പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് വിചിന്തനങ്ങളുടെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വചനങ്ങളുമായിട്ട് കർത്താവ് നമ്മുടെ ഉള്ളു നിറയ്ക്കുന്നുണ്ട്. സൃഷ്ടിയെ തേടുന്ന, മനുഷ്യരെ തേടി നടക്കുന്ന ദൈവത്തെ, സൃഷ്ടാവിനെ നമ്മൾ കാണും. വിരുന്നൊരുക്കി വെച്ച് കാത്തിരുന്ന് അവരെ ക്ഷണിക്കാനായി തൻ്റെ ഭൃത്യന്മാരെ അയച്ച് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നൊരു രാജാവിനെ നമ്മൾ കാണും. ഒന്ന് വായു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവം, നമ്മളെ പോറ്റാനായിട്ട് ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്ന കർത്താവ്. വിരുന്നുമേശയിൽ നമ്മളെ കാണാതാകുമ്പോൾ അവിടത്തേക്കുണ്ടാകുന്ന ഹൃദയഭാരമൊക്കെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് ഒട്ടും യോഗ്യതയില്ലാത്തവരെ പോലും തൻ്റെ വിരുന്നുമേശയിലേക്ക് സ്വീകരിക്കുന്ന ആ ദൈവഹൃദയത്തിൻ്റെ വിശാലതയും നമ്മൾ കാണും. അവിടെ പോലും ഒരുക്കമില്ലാത്ത ഒരാളിങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയും ഭാരവും നമുക്കും അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ട്. അത്രയ്ക്ക് കർത്താവ് സ്നേഹിച്ചിട്ട്, അത്രയ്ക്ക് കർത്താവ് ക്ഷണിച്ചിട്ട്, അത്രയ്ക്ക് കർത്താവ് ഒരുക്കിയിട്ട്, അത്രയ്ക്ക് കർത്താവ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒന്നാമത്തെ വായന ഏതാണ്ട് പകുതി വെച്ച് മുഴുവൻ വായിക്കണമെന്ന് തോന്നുന്നു. ഇന്നത്തെ ഈ ഒരു വചനവായന തന്നെ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കും. ഈ ഒരു രാത്രിയെ വല്ലാതെ ദീപ്തമാക്കും. കർത്താവ് പറയുന്നുണ്ട്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഇന്ന് പ്രതിവചന സങ്കീർത്തനമായിട്ട് നമ്മൾ ഏറ്റുപറയുന്നത് അതേ വചനമാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതുചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ തരും. ഹൃദയത്തിലെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് തുടിക്കുന്ന ഹൃദയം തരും എന്നാ പറയണേ. കല്ല് പോലുള്ള ഹൃദയത്തിനെ മാറ്റിയിട്ട് സ്നേഹം കൊണ്ട് തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം വലിയ വാഗ്ദാനമാണ്. അതിലും വലിയ വാഗ്ദാനം കർത്താവ് വേറൊന്ന് തരും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ശരിക്കൊക്കെ മനസ്സ് തൊട്ടെന്ന് വായിച്ചാൽ ഇങ്ങനെ ഒരു വിറയൽ അനുഭവപ്പെട്ടുന്ന വചനങ്ങളാണ്. നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. അതിനായിട്ട് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും. എന്നോടുള്ള ഹൃദയം കൊണ്ട് തുടിക്കുന്ന ശരിക്കും മാംസളമായിട്ടുള്ളൊരു ഹൃദയം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും. എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. എൻ്റെ കർത്താവ് എത്രമാത്രം വലിയ കരുതലാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വിരുന്നൊരുങ്ങിയിരിക്കുന്ന, ഒന്ന് വായോ എന്ന് പറഞ്ഞു നിൽക്കുന്ന കർത്താവ്, മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ഒരാൾ. എന്നിട്ടും ആ കർത്താവിൽ നിന്ന് നമ്മൾ എത്ര അകലെയാണെന്നുള്ളതാണ് ചോദ്യം. ഇന്ന് വിശുദ്ധ ബെർണാദിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എത്രയും ദയുള്ള മാതാവേ എന്നുള്ള പ്രാർത്ഥന എഴുതിയ, പരിശുദ്ധരാജ്ഞി എന്നുള്ള പ്രാർത്ഥനയുടെ 2ാം ഭാഗം എഴുതിയ ഒരാൾ, അമ്മ വഴിയായി സ്വർഗത്തിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള ദർശനം ലഭിച്ച ഒരാൾ, എത്രയും ദയുള്ള മാതാവേ, ഇത് അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് ഈ പ്രാർത്ഥന ചൊല്ലി എത്രയോ മനുഷ്യരാ കർത്താവിലേക്ക് തിരിച്ചു വന്നേക്കണമെന്നറിയാവോ? പ്രത്യാശയിലേക്ക് തിരിച്ചു വന്നേക്കണം. അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകളിലേക്ക്, സന്തോഷത്തിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് അമ്മ വഴി തിരിച്ചു നടക്കാനായിട്ട് മനുഷ്യരാശിയെ പഠിപ്പിച്ച ഒരു മാതൃഭക്തനായിട്ടുള്ള വിശുദ്ധൻ്റെ തിരുനാൾ, വിശുദ്ധ ബെർണാദ് വഴിയായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, അവിടുത്തെ അമ്മ വഴിയായിട്ട് അങ്ങൊരുക്കി വെച്ചിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ വിരുന്ന് മേശയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന്. അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കുമെന്നും ഞങ്ങളുടെ ഉള്ളിൽ മാംസള ഹൃദയം നിക്ഷേപിക്കുമെന്നും ഞങ്ങൾക്ക് അങ്ങയുടെ ആത്മാവിനെ അങ്ങ് നിവേശിപ്പിക്കുമെന്നും അങ്ങ് ഞങ്ങളുടെ ദൈവമായിരിക്കും, ഞങ്ങൾ അങ്ങയുടെ ജനമായിരിക്കുമെന്നൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ മനസ്സാകണമേ. വിശുദ്ധ ബെർണാദ് വഴി പരിശുദ്ധ മാതാവിൻ്റെ ശക്തിയാൽ അങ്ങ് ഞങ്ങളെ തിരികെ എടുക്കണമേ എന്നുള്ള വലിയ അപേക്ഷയോടുകൂടെ അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഞങ്ങളിൽ നിറവേറാൻ, ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ മനസ്സാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിലും നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ അവിടുത്തെ ജനമാക്കി എന്നും നിലനിർത്തണമേ എന്ന് വിശുദ്ധ ബെർണാഡിനോടൊപ്പം നമുക്കുമൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എത്രയും ദയയുള്ള മാതാവേ, വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വഴിയായിട്ട് ശരിക്കും എൻ്റെ ദൈവത്തിൻ്റെ ജനമായി, മകനായി, മകളായി, അവിടുന്ന് എൻ്റെ ദൈവമായിരിക്കുന്ന ആ മഹത്വത്തിൽ ജീവിക്കാൻ നമുക്കിടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.